ആലപുരം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 93ാമത് വാർഷിക ആഘോഷവും 35 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ സിബി അഗസ്റ്റിനുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സമ്മേളനം പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 93ാമത് വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. 2026 നടത്തുന്ന ഈ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. വിവിധ തരത്തിൽ വിജയികളായ NSSലും മറ്റ് വിവിധ മേഖലകളിലും വിജയികളായ കുട്ടികളെ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. നീരവ്, ദീക്ഷിത, കൃഷ്ണദേവ് മികവാർന്ന നിലയിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വിവിധ തലങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച നിലയിൽ അവരുടെ പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ, ഒപ്പം തന്നെ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസിൽ അവരെ സജീവമാക്കാൻ, അങ്ങനെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു മുന്നേറ്റം അവരുടെ ജീവിതത്തിൽ ലഭ്യമാവാൻ കഴിയുന്ന നല്ല ഒരു അധ്യാപന സംസ്കാരം ഈ വിദ്യാലയത്തിൽ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ അധ്യാപകർ, PT അടക്കം എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏതൊരു സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ കൂട്ടായ പ്രവർത്തനമാണ്. കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മൾ നീങ്ങിയാൽ എല്ലാ സ്കൂളുകളും മികവാർന്ന നിലയിൽ വരും. PTA പ്രധാന ഘടകമാണ്. പലപ്പോഴും PTAകളുടെ പ്രവർത്തനങ്ങൾ വളരെ ഞാൻ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൂത്താട്ടോളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീകല K മുഖ്യപ്രഭാഷണം നടത്തി. ഈ സ്കൂളിന്റെ 93ാമത് വാർഷികാഘോഷവും സാറിനുള്ള യാത്രയയപ്പ് ചടങ്ങുമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, യലഞ്ഞി പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽപ്പെട്ട 2 സ്കൂളുകളാണുള്ളത്. അതിലൊന്നാണ് യലഞ്ഞി ഗവൺമെന്റ് LP സ്കൂളും മറ്റൊന്ന് ആലപുരം ഗവൺമെന്റ് LP സ്കൂളും. ഈ 2 സ്കൂളുകളാണ് യലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഏതൊരു വർഷവും വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ അവരുടെ ചിത്രത്തിൽ വരുന്ന ആ പഞ്ചായത്തിന്റെ ആസ്തിയിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഏറ്റവും 2 പ്രധാന സ്ഥാപനങ്ങൾ. ഈ 2 സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനവും ഇവിടുത്തെ കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന എല്ലാ വർഷവും വാർഷിക പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വരും കാലങ്ങളിലും അതിനൊരു മാറ്റവും ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല. 2024-25 അധ്യയന വർഷത്തിൽ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളായ ദീക്ഷിത R നായർ, ധീരവ് സുധീഷ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് നാണുക്കുട്ടൻ ആദരിച്ചു. വാർഡ് മെമ്പർ ജോയ്സ് മമ്പള്ളി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ എൻഡോൺമെൻറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ മാജി സന്തോഷ്, VM UPS HM വിനിത V നായർ, ജയശ്രീ സനൽ, PTA പ്രസിഡന്റ് ലയന രാജേഷ്, MPTA പ്രസിഡന്റ് ഗ്രീഷ്മ, SMC ചെയർപേഴ്സൺ സവിത സുധീഷ്, സ്കൂൾ ലീഡർ ആഗ്നസ് സോയി, ദേവിക V ജയ്, അനി TG, അജിത TI എന്നിവർ സംസാരിച്ചു.